വിഴിഞ്ഞത്ത് മത്സ്യബന്ധന വള്ളം മറിഞ്ഞ് കാണാതായുള്ള ജോണിനായുള്ള കോസ്റ്റൽ പോലീസിന്റെ തെരച്ചിലിൽ കുടുംബത്തിന് അതൃപ്തി. 5 ദിവസമായിട്ടും ഒരു നടപടിയും ഉണ്ടായില്ലെന്ന് മകൾ ഷീജ ജോൺ റിപ്പോർട്ടറിനോട് പറഞ്ഞു. മത്സ്യത്തൊഴിലാളികളുടെ ജീവന് വിലയില്ലേ എന്നാണ് ചോദ്യം. തെരച്ചിലിന് 2 മത്സ്യത്തൊഴിലാളികളെ കൂടെ കോസ്റ്റൽ പോലീസിനൊപ്പം ഉൾപ്പെടുത്തണമെന്നും കുടുംബം വിഴിഞ്ഞം ഫിഷറീസ് ഡയറക്ടറിനോട് ആവശ്യപ്പെട്ടു. നമ്മൾ ചോദിച്ചിട്ടുള്ള മെമ്പേഴ്സോ MLAയോ അവർ പറഞ്ഞ കാര്യങ്ങൾ എന്താണ്? അവർ ഇന്നലെ വന്ന് പറഞ്ഞത്, ഞങ്ങളോട് പറഞ്ഞത് 5 or 6 പേരുടെ ഉണ്ടെങ്കിലേ നമുക്ക് നേവിയെ കോൺടാക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതെന്താ, ഒരു ജീവന് വിലയില്ലേ? കടലിന്റെ കാര്യങ്ങൾ കടലിലുള്ളവർക്കേ അറിയാവൂ. ഇവിടുത്തെ കോസ്റ്റ് ഗാർഡിന്റെ അടുത്ത് ചോദിക്കാൻ പറ്റുന്ന FIR മാത്രം എഴുതാൻ വേണ്ടിയിട്ട് എന്തിനൊരു കോസ്റ്റ് ഗാർഡ്? 1:30 കടലിലിറങ്ങിയവരാണ് ഇവര്. നിങ്ങൾ അറിയിപ്പ് കറക്റ്റ് സമയത്തിന് കൊടുത്തോ? ഇല്ല. ഇന്നഫിഷ്യൻസിയുടെ ഫസ്റ്റ് തുടക്കം. അതിനുശേഷം അപകടം വന്നു, ഉടനെ നിങ്ങൾ തെരച്ചിലിന് ഇറങ്ങിയോ? നിങ്ങൾ പേടിച്ചകത്തിരുന്നു. അല്ലെങ്കിൽ മത്സ്യത്തൊഴിലാളികൾ ഹെൽപ്പിന് വരാൻ വേണ്ടിയിട്ട് വരും എന്ന് പറഞ്ഞ അവരെ നിങ്ങൾ ഉൾക്കൊള്ളിച്ചില്ല. എന്തുകൊണ്ട് ഉൾക്കൊള്ളിച്ചില്ല? നിങ്ങളെ കൊണ്ട് പറ്റാത്തത് അവരെ കൊണ്ട് പറ്റുമ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് അവരെ ഹെൽപ്പ് ചെയ്യുന്നില്ല? ഓഫീസേഴ്സ് ഛർദ്ദിച്ചതിന്റെ പേരിൽ രക്ഷാപ്രവർത്തനം നിർജീവമാക്കിയിട്ട് തിരിച്ചു വന്നവരാണ്. ഇത്രയും ഇൻഎഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു ഇതിൽ നിങ്ങൾ കടലിന്റെ പണികൾ കടലിന്റെ മക്കളെ ഏൽപ്പിക്കണം. അല്ലെങ്കിൽ നിങ്ങളെ കൊണ്ട് അത്രയ്ക്കും നിങ്ങളെ കൊണ്ട് വയ്യാന്നുണ്ടെങ്കിൽ നിങ്ങളിത് നിർത്തിപ്പോണം. കറക്റ്റ് ആയിട്ടുള്ള ഡിസിഷൻ കറക്റ്റ് ആയിട്ടുള്ള ടൈമിൽ എടുക്കണം. 5 ദിവസം കഴിഞ്ഞിട്ട് എടുത്തിട്ട് കാര്യമില്ല. TV പ്രസാദ് ചേരുകയാണ്. പ്രസാദ്, ഹൃദയം നൊന്തുള്ള വാക്കുകളാണ് ഈ കുടുംബം, ജോണിന്റെ കുടുംബം. ആദ്യ ദിവസം മുതൽ തന്നെ ഈ പരാതികൾ പറയുന്നുണ്ട്, അവരുടെ പലതരത്തിലുള്ള ആശങ്കകൾ പങ്കുവെക്കുന്നുണ്ട്. പക്ഷെ ഇതൊന്നും എന്തുകൊണ്ടാണ് ഈ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്ന ഉദ്യോഗസ്ഥർ മുഖവിലേക്ക് എടുക്കാത്തത്? ഒപ്പം ഫിഷറീസ് മന്ത്രിക്കെതിരെയും നാട്ടുകാർക്കിടയിൽ പ്രതിഷേധമുണ്ട്, അല്ലേ പ്രസാദ്? ഉറപ്പായും വിഴിഞ്ഞത്തും മുതലപ്പുഴയിലും ഓരോ മത്സ്യത്തൊഴിലാളികളെയാണ് ഇനിയും കണ്ടെത്താനുള്ളത്. അവരുടെ പ്രതിഷേധം ശക്തമാവുകയാണ് ഷിഹാസെ. അതായത് ഇപ്പോൾ അവർ പറഞ്ഞതുപോലെ ജോണിന്റെ കുടുംബം ഇന്നലെ നേരെ വന്നിരുന്നത് ഫിഷറീസ് ഓഫീസിന്റെ മുന്നിലാണ്. അവരുടെ ആവശ്യം അവരെ കൂടി ആ തെരച്ചിലിന്റെ ഭാഗമാക്കണം എന്നുള്ളതാണ്. അങ്ങനെയെങ്കിലും കുറച്ചുകൂടി സജീവമായി തെരച്ചിൽ നടക്കുമോ എന്നുള്ളതായിരുന്നു ആ കുടുംബം ഉറ്റുനോക്കുന്നത്. അതുതന്നെയാണ് മുതലപ്പുഴയിലെയും അവസ്ഥ. നമുക്ക് അറിയാവുന്നതുപോലെ വേണ്ടത്ര മുന്നറിയിപ്പെന്ന് മത്സ്യത്തൊഴിലാളികൾക്ക് കിട്ടിയിരുന്നില്ല എന്നുള്ളതാണ് 2 പേരുടെയും കുടുംബങ്ങൾ പറയുന്നത്. അങ്ങനെ മുന്നറിയിപ്പ് കിട്ടിയിരുന്നു എങ്കിൽ ഉറപ്പായും അവർ കടലിൽ പോകില്ലായിരുന്നു. കൃത്യമായ മുന്നറിയിപ്പ് കിട്ടാത്തത് കൊണ്ടാണ് ഇത്ര വലിയ ദുരന്തം ഉണ്ടായത് എന്നുള്ളതാണ് അവർ ഉറക്കെ വിളിച്ചു പറയുന്നത്. മാത്രമല്ല, ഇത് സംഭവിച്ചതിന് ശേഷം കൃത്യമായ പരിശോധനാ തെരച്ചിൽ അത് നടത്താൻ സംവിധാനങ്ങൾക്ക് കഴിയുന്നില്ല എന്ന ഗുരുതരമായ വിമർശനമാണ് അവർ ഉന്നയിക്കുന്നത്. പലപ്പോഴും ഇത് സംഭവിച്ചിട്ടുള്ളതുമാണ്. മത്സ്യത്തൊഴിലാളികളെ കടലിൽ കാണാതാവുന്ന സമയത്ത് യുദ്ധകാലാടിസ്ഥാനത്തിലുള്ള ഒരു തെരച്ചിൽ എന്ന നിലയിൽ കൈകാര്യം ചെയ്യാറില്ല എന്നുള്ളതാണ് ഇവരുടെ പ്രതിഷേധം ഇത്ര രൂക്ഷമാകാനുള്ള കാരണം. ഇപ്പോഴും വിഴിഞ്ഞത്തും ആ മുതലപ്പുഴയിലും ഓരോ മത്സ്യത്തൊഴിലാളികൾക്കായി തീരവും അവരുടെ കുടുംബവും നാട്ടുകാരും കാത്തിരിക്കുകയാണ്. ഷിയാസ്, ശരി. TV പ്രസാദാണ് വിവരങ്ങൾ നൽകിയത്.